10 വർഷത്തെ PR ഉടനെ നടപ്പിലാക്കാൻ പുതിയ ഹോം സെക്രട്ടറി. ഈ ന്യൂസ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടനടി കാണാൻ സാധ്യതകളുണ്ട്, സകല ഗ്രൂപ്പുകളിലൂടെ വരാനുള്ള സാധ്യതകളുണ്ട്. അതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയാൻ, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും എന്നെ കൊണ്ട് വീഡിയോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും. ആദ്യമായിട്ടാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം എല്ലാവർക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ പലരും ഈ ന്യൂസ് എനിക്ക് അയച്ച് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പ് വന്ന ന്യൂസാണ്, നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി, ഇനി എല്ലാവരിലേക്ക് വരും. നമുക്കറിയാം, നമ്മുടെ യുഎറ്റ് കൂപ്പ് ഹോം സെക്രട്ടറി മാറി പുതിയ ഒരു ഹോം സെക്രട്ടറിയാണ് വന്നിരിക്കുന്നത്. ഷബാന മഹ്മൂദ് എന്നുള്ള ഹോം സെക്രട്ടറി. പുള്ളിക്കാരി പാകിസ്ഥാനി ബേസ്ഡ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടീഷ് സിറ്റിസൺ തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരി ഒറിജിൻ നമ്മുടെ ഋഷി സുനകിനെ പോലെ തന്നെ വന്നിട്ടുള്ള പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള ഒരു, എന്താ പറയുക, ഒറിജിൻ എന്ന് പറയാൻ പറ്റില്ലല്ലേ. ഇനി ഇവിടെ പോകണം നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പുതിയ ഹോം സെക്രട്ടറി ഇമിഗ്രേഷനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറൊരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മളേവരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന PR നിയമങ്ങളാണ്. അതായത് 5 ഇയർ PR 10 ഇയറിലേക്ക് ആക്കുന്നതാണ് ഇപ്പോൾ കുറേ ആളുകളുടെ ആശങ്ക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇനി 6 മാസമേ ഉള്ളൂ, 2 മാസമേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ, 1 വർഷമേ ഉള്ളൂ, 2 വർഷമേ ഉള്ളൂ PR-നൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ച് നാളുകളായി ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നതിനെ തുടർന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ ആശങ്കകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനെ തുടർന്നിട്ട് വലിയ പെറ്റീഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. പെറ്റീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം സെപ്റ്റംബർ 8-ാം തീയതി പാർലമെന്റിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. അതായത് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഷബാന മഹ്മൂദ് എന്നുള്ള ഹോം സെക്രട്ടറി, പുള്ളിക്കാരി ആക്ച്വലി പറയുകയാണ്, ബോറിസ് വേവ് വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ലൂപ്പ് ഹോൾസ് എല്ലാം അടയ്ക്കുക. PR അതായത് ഈ നമ്മുടെ ഡബിൾ ചെയ്യുക PR-ന്റെ ലെങ്ത്. അതായത് ഇപ്പോൾ നമുക്കറിയാം 5 ഇയേഴ്സിനകത്ത് നമ്മൾ നോർമലി PR-ന് എലിജിബിൾ ആവും. അപ്പോൾ അതിന് ഡബിൾ ചെയ്യുക പെട്ടെന്ന്. ഇല്ലെങ്കിൽ ഇവിടെയുള്ളവരെല്ലാവരും PR-ന് അപ്ലൈ ചെയ്യും. ഏകദേശം കണക്കുകൾ അനുസരിച്ചിട്ട് അത്യാവശ്യം കണക്കുകളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഷബാന മഹ്മൂദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഇമിഗ്രേഷനെതിരെ കടുത്ത വാക്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ന്യൂസുകളിലൂടെ മനസ്സിലാവുന്നത്. പക്ഷേ ലേബറിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് അവരെന്താണ് പറഞ്ഞത്, ഇലക്ഷൻ വന്ന ശേഷം അവരെന്താണ് പറയുന്നത്. ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലെഫ്റ്റ് വിങ് പാർട്ടി ആയിരുന്നു, ഇമിഗ്രേഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടാണ് വന്നത്. പക്ഷേ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആന്റി ഇമിഗ്രേഷൻ ഒരു പരിപാടിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ആ ജനങ്ങളുടെ വികാരത്തിനെ അനുസരിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ ഓരോ റൈറ്റ് വിങ് ആവട്ടെ ലെഫ്റ്റ് വിങ് ആവട്ടെ മാറിഞ്ഞ് അവർ നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് ഋഷി സുനകിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ ഋഷി സുനകിനെയും കാട്ടി വലിയ നിയമങ്ങൾ, ഇവിടെ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു. എന്നാലും ഒരു കാര്യം പറയട്ടെ, ഇല്ലീഗലായിട്ട് വരുന്നവരെ അവരൊന്നും ചെയ്യുന്നില്ല. അവരെ തിരിച്ചയക്കാനുള്ള നിയമങ്ങൾ വലുതായിട്ടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ വരുമായിരിക്കുമല്ലേ, ലീഗലായിട്ടുള്ളവർ മാത്രമായിരിക്കും ഇനി പ്രോബ്ലം. കാരണം ഇല്ലീഗൽ മൈഗ്രൻസിനെ അവർ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് വരുന്ന സമയങ്ങൾ കാത്തിരുന്ന് കാണാം. ഇല്ലെങ്കിൽ റിഫോം പാർട്ടി വന്നത് ചെയ്തിട്ട് പൊക്കോളും എന്നുള്ളതാണ് നമുക്കറിയുന്നത്. എന്നാലും കൊള്ളാം, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് പുള്ളിക്കാരി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബോറിസ് ജോൺസൺ വന്ന സമയത്താണ് ഇവിടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ, അതായത് കോവിഡിന്റെ സമയത്ത് നിയമങ്ങളിൽ കുറെ ഇളവുകൾ വരുത്തി. ബ്രെക്സിറ്റ് നടന്നപ്പോൾ നിയമങ്ങളിൽ കുറെ ഇളവുകൾ വരുത്തി. ആ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് കുതിച്ചു വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കണക്കുകൾ അനുസരിച്ചിട്ട് ഏകദേശം 2,70,000 മൈഗ്രൻസ് എന്താ പറയുക എലിജിബിൾ ഫോർ പെർമനന്റ് റെസിഡൻസി ഇൻ UK ഫ്രം നെക്സ്റ്റ് ഇയർ. അതായത് അടുത്ത വർഷം 2,70,000 പേര് പെർമനന്റ് റെസിഡൻസിക്ക് അർഹരാവും. അതാണ് ഇപ്പോൾ ഇവർക്ക് ആശങ്ക. കാരണം അതുപോലെ 2027 4,16,000 ആളുകൾ പെർമനന്റ് റെസിഡൻസിക്ക് ഇവിടെ ക്വാളിഫൈ ആവും. പിന്നെ 2028 6,28,000 ആളുകൾ ഇവിടെ പെർമനന്റ് റെസിഡൻസിക്ക് അർഹരാവും. അവരുടെ ആശങ്കയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ലക്ഷക്കണക്കിന്, ഏകദേശം 1 മില്യണ് മേലെ ആളുകൾ ഇവിടെ പെർമനന്റ് റെസിഡൻസിക്ക് വരുന്ന 2-3 വർഷത്തിനകത്ത് എലിജിബിൾ ആവും. ഇതെല്ലാം എപ്പോൾ വന്നു? ബോറിസ് ജോൺസൺ ഗവൺമെന്റിന്റെ സമയത്ത് വന്നു. ഓക്കെ, ആ സമയത്ത് വന്ന ആളുകളാണ്. ഞാൻ ഒരു കേസ് പറയട്ടെ, ഇവരാരും കടൽ നീന്തി ബോട്ടിൽ കയറി വന്നവരല്ല. ഇവരാരും
ഒരു രാജ്യത്ത് അനാഥരായിട്ട് ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നാട് വിട്ട് വന്നവരല്ല. നിങ്ങൾ തന്ന ലീഗൽ വേ, അത് സ്റ്റുഡൻ്റ് ആവട്ടെ, നിങ്ങൾ തന്ന വർക്ക് വിസകൾ അതെല്ലാം ഗവൺമെന്റ് ആണ് തന്നിരിക്കുന്നത്. അതിലൂടെ ലീഗലായിട്ട് കയറി വന്നവരാണ്. എല്ലാവരും ഒളിഞ്ഞും പാത്തും കടന്നു വന്നവരല്ല. അവരെ ഇവിടെ ലീഗലായിട്ട് ഒരു ജോലി കിട്ടി നിന്ന് അവരൊരു PR എടുക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ നിയമങ്ങൾ ഞങ്ങൾ വരുന്നതിന് മുമ്പ് മാറ്റണമായിരുന്നു. അതായത് ഞങ്ങൾക്ക് വിസ തരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സംഭവങ്ങൾ എന്താ പറയാ, ഇങ്ങനെയല്ല ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞാണെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമോ? വേറെ വല്ല രാജ്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? കാനഡ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, US ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആ സമയങ്ങളിൽ ഇവിടെ വ്യക്തമായിട്ട് ഈ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അത് കണ്ടിട്ടാണ് കയറി വന്നത്. അതിവിടെ കണ്ട് അത് കിട്ടാറാകുന്ന സമയത്ത് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തട്ടിത്തെറിയിപ്പിക്കുന്നത് നല്ല നയമല്ല. ഒന്നാമത്തെ കാര്യം. ഈ പറഞ്ഞ ന്യൂസ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ കുറേ MP-മാരുടെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം എന്ന് തീരുമാനമല്ല, ഇതൊരു ഇങ്ങനെ ഡിസിഷൻ പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനത്തേക്ക് വരുന്നത്. അല്ലാതെ നമ്മുടെ ഹോം സെക്രട്ടറിക്ക് വലിയ കാര്യമായിട്ട് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. പുള്ളിക്കാരി പക്ഷേ വളരെ എന്താ പറയുക, ഒരു ഇപ്പോൾ ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു ആൾ തന്നെയാണ്. അത് നോ ഡൗട്ട്, കുഴപ്പമില്ല, വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഡിബേറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഡിബേറ്റിനകത്ത് കാര്യങ്ങളായിട്ട് ഒന്നും നടന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ ഇരുന്ന് എല്ലാവരും കൂടി വട്ടത്തിൽ കൂടി സംസാരിച്ച് അവരങ്ങോട്ട് പോയി. അല്ലാതെ വേറെ അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്വാളിഫയിങ് പീരീഡ് അത് ഇരട്ടിയാക്കുന്നു. പക്ഷെ ഓൾറെഡി ഉള്ളവർക്ക് ഇരട്ടിയാക്കോ എന്നുള്ളതിന് ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല. അതായത് ഇപ്പൊ നമ്മുടെ ഹോം സെക്രട്ടറി പോലും പറഞ്ഞിട്ടില്ല ഓൾറെഡി ഉള്ളവർക്ക് ഇത് എങ്ങനെ എഫക്ട് ചെയ്യാൻ പോകും എന്നുള്ളത്. കൺസൾട്ടേഷൻ വിളിക്കും, പെട്ടെന്ന് തന്നെ കൺസൾട്ടേഷൻ വിളിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതായത് പെട്ടെന്ന് കൺസൾട്ടേഷൻ വിളിക്കും. നമ്മൾ ഡിബേറ്റിനകത്ത് നമുക്കറിയാം അവരൊരു ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നില്ല കൺസൾട്ടേഷൻ എന്നുണ്ടാവും, ഈ വർഷം ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ എന്ന് പറഞ്ഞില്ല. പക്ഷെ ഈ ഒരു ഇയർ ലാസ്റ്റ് പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ടാവും. സോ ഗൈസ്, ആരും മിസ്സാകരുത്. നമ്മൾ വീഡിയോ ചെയ്യും, നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കൺസൾട്ടേഷനിൽ ആക്റ്റീവായിട്ട് ഇപ്പൊ എങ്ങനെയാണോ പെറ്റീഷൻ നമ്മൾ സൈൻ ചെയ്ത് കൺസൾട്ടേഷനിലും നമ്മുടെ ശബ്ദം അവിടെ കേൾക്കണം. അതിപ്പോ ട്വിറ്ററിലൂടെ ആവട്ടെ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെ ആവട്ടെ എല്ലാവരും കേൾക്കണം നമ്മുടെ ശബ്ദം. നമ്മൾ ആരും ഇവിടെ ബോട്ട് വഴിയോ ഇല്ലെങ്കിൽ അനധികൃതമായിട്ട് കയറി വന്നവരല്ല. പൈസ എടുത്ത് ഇല്ലെങ്കിൽ നമ്മുടെ മെറിറ്റിന്റെ പുറത്ത് കയറി വന്നവരാണ്. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കും, ചില കമന്റ്, ചില അലവലാദികൾ കമന്റ് അടിക്കുന്നത് നമ്മൾ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ആരാ ഇങ്ങോട്ട് വരാൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് ഗവൺമെന്റ് തുറന്നു വെച്ചത് കൊണ്ടാണ് നമ്മൾ കയറി വന്നത്. അല്ലാതെ നമ്മൾ ആരും വലിഞ്ഞു കയറി വന്നവരല്ല. നിങ്ങൾ തുറന്നു തന്നതുകൊണ്ട് കയറി വന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ലീഗൽ റൈറ്റ്സ് ഉണ്ട് ഇവിടെ നിൽക്കാനും. ഇവിടെ എന്താ പറയാ, ഇവിടുത്തെ ആനുകൂല്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ കിട്ടേണ്ടത് അതൊക്കെ ലീഗലായിട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലീഗലായിട്ട് നിൽക്കുന്ന ഞങ്ങൾക്കും ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അത് ലീഗൽ റൈറ്റ്സ് അല്ലേ, അല്ലേ തരണ്ടേ അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൈസ്, ഈ ഒരു നിയമം മാറ്റും പെട്ടെന്ന് തന്നെ, അത് ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരു 5 വർഷത്തിന്റെ ഇടയിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവാം. ഇനിയിപ്പോ കൺസൾട്ടേഷൻ പെട്ടെന്ന് വരുമായിരിക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് കൺസൾട്ടേഷൻ ഉണ്ടാവും, ഫൈനൽ ഡിസ്കഷൻ ഉണ്ടാവും, അതിനുശേഷം മാത്രമായിരിക്കും ഇതൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ഈ ന്യൂസിനകത്ത് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അന്ന് ഡിബേറ്റിനകത്ത് എന്തൊക്കെയോ അവിടെ നടന്നതിൽ ചില കാര്യങ്ങൾ നമ്മുടെ പുതിയ ഹോം സെക്രട്ടറിയുടെ തലയ്ക്ക് കയറ്റി വെച്ചു കൊടുത്തു. പുള്ളിക്കാരി അതിനകത്ത് പെട്ടെന്ന് തന്നെ കൺസൾട്ടേഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞു, അല്ലാതെ വേറൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ആശങ്കപ്പെടണ്ട എന്ന് പറയില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പം ഇതിലില്ല. എങ്കിലും നമ്മൾ വിജിലന്റ് ആയിരിക്കണം, നമ്മൾ ഉണർന്നിരിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറയട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് കൺസൾട്ടേഷൻ നമ്മൾ മിസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾ, ഇവിടെയുള്ള മലയാളികൾ തന്നെ ഈ പബ്ലിക് കൺസൾട്ടേഷനെ എതിർത്ത് സംസാരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഒരുമിച്ച് നിൽക്കുക. അതിനുള്ള എന്തൊക്കെയാണ് സഹായം, നമ്മൾ ഈ ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ ബോറിസ് വേവ് വരുന്നതിന് മുമ്പ് പരിപാടികൾ നമുക്ക് തീരുമാനമാക്കണം, ഈ PR ഡബിൾ ആക്കണം എന്നുള്ള ചിന്താഗതിയാണ് നമ്മുടെ പുതിയ ഹോം സെക്രട്ടറി. ഗൈസ്, ആരും തന്നെ ആശങ്കപ്പെടേണ്ട, എല്ലാം ഒക്കെയാണ്. കാണാം. ബൈ.